ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ദ സെയിൻറ്റ്. സെയിൻറ്റ് എന്നാൽ സിദ്ധൻ എന്നുള്ള അർത്ഥമാണ്. രാജാവും സിദ്ധനും, ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. Once there was a king. He was very fond of hunting. Once, പണ്ടൊരിക്കൽ, there was a king. ഒരു രാജാവുണ്ടായിരുന്നു. He was very fond of hunting. Fond of എന്നാൽ ഇഷ്ടമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ് ഹണ്ടിങ്? വേട്ടയാടൽ. ആ രാജാവിന് വേട്ടയാടൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. One day, when he went to the forest for hunting, he saw a deer. One day, ഒരു ദിവസം, when he went to the forest, അദ്ദേഹം വനത്തിലേക്ക് പോയപ്പോൾ. വെൻ എന്നാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. when he went to the forest, അദ്ദേഹം വനത്തിലേക്ക് പോയപ്പോൾ. for hunting, വേട്ടയാടാൻ. he saw, അദ്ദേഹം saw, കണ്ടു. a deer, deer എന്നാൽ മാൻ. അദ്ദേഹം ഒരു മാനിനെ കണ്ടു. he ran after the deer and lost his way in the forest. he ran, അദ്ദേഹം ഓടി. ആ ഡിയർ റാൻ ആഫ്റ്റർ ദ ഡിയർ. എന്താണ് റാൻ? ആഫ്റ്റർ എന്നതിവിടെ പിറകെ എന്നുള്ള അർത്ഥമാണ്. മാനിന് പിറകെ അദ്ദേഹം ഓടി. ആൻഡ് ലോസ്റ്റ് ഹിസ് വേ, അങ്ങനെ അദ്ദേഹത്തിന് ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ടു. ഹിസ് വേ, അദ്ദേഹത്തിന് വഴി നഷ്ടപ്പെട്ടു. ഇൻ ദ ഫോറസ്റ്റ്, അങ്ങനെ അദ്ദേഹത്തിന് വനത്തിൽ വഴി നഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി ഹോട്ട് ഇൻ ദ ഫോറസ്റ്റ്. ദ കിങ് വാസ് വെരി തേഴ്സ്റ്റി. ഇറ്റ് വാസ് വെരി ഹോട്ട് ഇൻ ദ ഫോറസ്റ്റ്. വനത്തിൽ ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. ഹോട്ട് എന്നാൽ ചൂട്. ദ കിങ് വാസ് വെരി തേഴ്സ്റ്റി. തേഴ്സ്റ്റി എന്നാൽ ദാഹിച്ചു അലഞ്ഞ എന്നുള്ള അർത്ഥമാണ്. തൊണ്ട വരണ്ട, ഇതൊക്കെയാണ് അർത്ഥം. രാജാവ് നന്നായിട്ട് ദാഹിച്ചു അലഞ്ഞ അവസ്ഥയിലായിരുന്നു. ഹി വെൻറ്റ് ഹിയർ ആൻഡ് ദർ ഇൻ സെർച്ച് ഓഫ് വാട്ടർ ആൻഡ് സോ എ വെൽ. ഹി വെൻറ്റ്, അദ്ദേഹം പോയി. ഹിയർ ആൻഡ് ദർ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെയും അവിടെയും എന്നൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രാജാവ് പോയി. ഇൻ സെർച്ച് ഓഫ് വാട്ടർ, എന്താണ്? തിരഞ്ഞുകൊണ്ട്. സെർച്ച് എന്നാൽ തിരയുക. സെർച്ച് ഓഫ് വാട്ടർ, വെള്ളം തിരഞ്ഞുകൊണ്ട്. ആൻഡ് സോ എ വെൽ, അങ്ങനെ അദ്ദേഹം, സോ എന്നാൽ കണ്ടു. എ വെൽ, വെൽ എന്നാൽ കിണർ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അങ്ങനെ അദ്ദേഹം ഒരു കിണർ കണ്ടു. He took off his turban and tied one end of the turban with the waist of his horse. He took off his turban. Take off എന്നതിൻ്റെ പാസ്റ്റാണ് took off. Take off എന്നാൽ അഴിക്കുക എന്നുള്ള അർത്ഥമാണ്. He took off, അദ്ദേഹം അഴിച്ചു. His turban. ടർബൻ എന്നാൽ തലപ്പാവ് എന്നാണ് അർത്ഥം. ആൻഡ് ടൈഡ് എന്നാൽ കെട്ടി എന്നുള്ള അർത്ഥമാണ്. കെട്ടിയിട്ടു. അദ്ദേഹത്തിൻ്റെ തലപ്പാവ് അദ്ദേഹം അഴിച്ചു, എന്നിട്ട് അദ്ദേഹം കെട്ടിയിട്ടു. വൺ എൻഡ് ഓഫ് ദ ടർബൺ, ആ തലപ്പാവിൻ്റെ ഒരു അറ്റം. എൻഡ് എന്നാൽ അറ്റം. വൺ എൻഡ് ഓഫ് ദ ടർബൺ, ആ തലപ്പാവിൻ്റെ ഒരു അറ്റം. വിത്ത് ദ വേസ്റ്റ് ഓഫ് ഹിസ് ഹോഴ്സ്, അദ്ദേഹത്തിൻ്റെ കുതിരയുടെ ഇടുപ്പിൽ കെട്ടിയിട്ടു. ഇവിടെ വേസ്റ്റ് എന്നതിന് ഇടുപ്പ് എന്നുള്ള അർത്ഥമാണ്. ഹോഴ്സ് എന്നാൽ കുതിര. അദ്ദേഹത്തിൻ്റെ കുതിരയുടെ ഇടുപ്പിൽ അദ്ദേഹം ആ തലപ്പാവിൻ്റെ ഒരു അറ്റം കെട്ടിയിട്ടു. ഹോൾഡിംഗ് ദ അതർ എൻഡ് ഓഫ് ദ ടർബൺ ഹി ഗോട്ട് ഇൻ ടു ദ വെൽ ബട്ട് ദ ടർബൺ വാസ് ഷോർട്ട്. ഹോൾഡിംഗ്, ഹോൾഡ് എന്നാൽ പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹോൾഡിംഗ് അതർ എൻഡ് ഓഫ് ദ ടർബൺ, തലപ്പാവിൻ്റെ ഒരു അറ്റം പിടിച്ചുകൊണ്ട്. ഹി ഗോട്ട് ഇൻ ടു ദ വെൽ. ഹി ഗോട്ട് ഇൻ ടു ദ വെൽ എന്നാൽ അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങി. വെൽ എന്നാൽ കിണർ. ഇൻറ്റു എന്നാൽ അതിലേക്ക് എന്നുള്ള അർത്ഥമാണ്. കിണറിലേക്ക് ഇറങ്ങി. ബട്ട് പക്ഷേ ദ ടർബൺ വാസ് ഷോർട്ട്, ആ തലപ്പാവ് വളരെ ചെറുതായിരുന്നു. ഷോർട്ട് എന്നാൽ ചെറിയ, അത് ചെറുതായിരുന്നു. സോ ദ കിങ് കുഡ് നോട്ട് റീച്ച് ദ വാട്ടർ സർഫസ്. സോ അതുകൊണ്ട്, ആ തലപ്പാവ് ചെറുതായതുകൊണ്ട്, ദ കിങ് കുഡ് നോട്ട്, രാജാവിന് സാധിച്ചില്ല. കുഡ് നോട്ട് എന്നാൽ സാധിച്ചില്ല. റീച്ച് എത്താൻ. ദ വാട്ടർ സർഫസ്. സർഫസ് എന്നാൽ ഉപരിതലം, മേൽഭാഗം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ വെള്ളത്തിൻ്റെ മേൽഭാഗത്തേക്ക് രാജാവിന് എത്താൻ സാധിച്ചില്ല. സിൻസ് ഹി വാസ് വെരി തേഴ്സ്റ്റി,
ഹി ജംപ്ഡ് ഇൻ ടു ദ വെൽ ആൻഡ് ഡ്രാങ്ക് വാട്ടർ ടു ഹിസ് സാറ്റിസ്ഫാക്ഷൻ. സിൻസ് എന്നതിന് ഇവിടെ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. സിൻസ് ഹി വാസ് വെരി തേഴ്സ്റ്റി, അദ്ദേഹത്തിന് വളരെ ദാഹിച്ചു വലഞ്ഞതുകൊണ്ട്, അദ്ദേഹം നന്നായിട്ട് ദാഹിച്ചു വലഞ്ഞതിനാൽ എന്നാണ് അർത്ഥം. സിൻസ് ഹി വാസ് വെരി തേഴ്സ്റ്റി. ഹി ജംപ്ഡ് ഇൻ ടു ദ വെൽ, ഹി ജംപ്ഡ് അദ്ദേഹം ചാടി, ഇൻ ടു ദ വെൽ കിണറിലേക്ക് ചാടി, ആൻഡ് ഡ്രാങ്ക് എന്നാൽ കുടിച്ചു എന്നുള്ള അർത്ഥമാണ്, കുടിച്ചു. ടു ഹിസ് സാറ്റിസ്ഫാക്ഷൻ എന്നാൽ സുഖം, പരിഹാരം, ഇതൊക്കെയാണ് അർത്ഥം. സന്തോഷം, ഇതൊക്കെ. അതായത് അദ്ദേഹത്തിന് ദാഹം മാറുന്നതുവരെ അദ്ദേഹം വെള്ളം കുടിച്ചു. ആഫ്റ്റർ ക്വഞ്ചിങ് ഹിസ് തേഴ്സ്റ്റ് he realized that the turban was beyond his reach. After quenching his thirst, thirst എന്നാൽ ദാഹം ശമിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ എന്നാൽ ശേഷം. ആഫ്റ്റർ ക്വഞ്ചിങ് ഹിസ് തേഴ്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ദാഹം ശമിപ്പിച്ചതിന് ശേഷം റിയലൈസ് എന്നാൽ ബോധ്യമാവുക എന്നുള്ള അർത്ഥമാണ്. ഹി റിയലൈസ്ഡ് അദ്ദേഹത്തിന് ബോധ്യമായി ദാറ്റ് ദ ടർബൻ വാസ് ബിയോണ്ട് ഹിസ് റീച്ച്. ബിയോണ്ട് എന്നതിന് ഇവിടെ അർത്ഥം വിദൂരത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഹി റിയലൈസ്ഡ് ദാറ്റ് അദ്ദേഹത്തിന് ബോധ്യമായി അത്, ദ ടർബൺ ആ തലപ്പാവ്, വാസ് ബിയോണ്ട് ഹിസ് റീച്ച് എന്നാൽ എത്തുക, അദ്ദേഹത്തിന് എത്തുന്നതിന് അപ്പുറത്താണ് ആ തലപ്പാവ്, അതായത് അദ്ദേഹത്തിന് എത്തുന്നതിലും ദൂരത്താണ് ആ തലപ്പാവ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വെൽ. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഇത് സാധ്യമായിരുന്നില്ല, ഫോർ ഹിം അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല, ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വെൽ കിണറിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. ഗെറ്റ് ഔട്ട് എന്നാൽ പുറത്ത് കടക്കുക, ഗെറ്റ് ഔട്ട് ഓഫ് ദ വെൽ കിണറിൽ നിന്നും പുറത്ത് കടക്കുക, അത് അദ്ദേഹത്തിന് സാധ്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ആ തലപ്പാവ് ഒരുപാട് വിദൂരത്താണ്. ദ കിങ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ബിഗാൻ ടു ക്രൈ ഫോർ ഹെൽപ്പ്. ദ കിങ് റിയലൈസ്ഡ് രാജാവിന് ബോധ്യമായി, ഹിസ് മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റ്, പിശക്, ആൻഡ് ബിഗാൻ എന്നിട്ട് അദ്ദേഹം എന്നാൽ ആരംഭിച്ചു, ടു ക്രൈ കരയാൻ ആരംഭിച്ചു, ഫോർ ഹെൽപ്പ് സഹായത്തിനായിട്ട് അദ്ദേഹം കരയാനായിട്ട് ആരംഭിച്ചു. എ സെയിൻറ്റ് ഹൂ യൂസ്ഡ് ടു ലിവ് ഇൻ ദ ഫോറസ്റ്റ് വാസ് പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് ദ വെൽ. എ സെയിൻറ്റ് എന്നാൽ സിദ്ധൻ എന്നുള്ള അർത്ഥമാണ്. ഒരു സിദ്ധൻ, ഹൂ യൂസ്ഡ് ടു ലിവ് ഇൻ ദ ഫോറസ്റ്റ് അദ്ദേഹം വനത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിദ്ധൻ വാസ് പാസിംഗ് ബൈ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു, ദ സൈഡ് ഓഫ് ദ വെൽ ആ കിണറിന് അരികിലൂടെ അദ്ദേഹം കടന്നു പോകുകയായിരുന്നു. ഹി ഹേർഡ് ദ ക്രൈ ഓഫ് ദ കിങ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ വെൽ. ഹി ഹേർഡ് അദ്ദേഹം കേട്ടു, ഹേർഡ് എന്നാൽ കേട്ടു, ഹി ഹേർഡ് അദ്ദേഹം കേട്ടു ആ സിദ്ധൻ, ദ ക്രൈ ഓഫ് ദ കിങ് രാജാവിൻ്റെ കരച്ചിൽ, ക്രൈ ഓഫ് ദ കിങ് രാജാവിൻ്റെ കരച്ചിൽ, ക്രൈ എന്നാൽ കരച്ചിൽ, ആ രാജാവിൻ്റെ കരച്ചിൽ ആ സിദ്ധൻ കേട്ടു, ആൻഡ് പീപ്ഡ് അങ്ങനെ അദ്ദേഹം ആ കരച്ചിൽ കേട്ട്, പീപ്പ് എന്നാൽ എത്തി നോക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം പീപ്ഡ് എത്തി നോക്കി, ഇൻ ടു ദ വെൽ ആ കിണറിലേക്ക് എത്തി നോക്കി. ഹി ഫൗണ്ട് ദാറ്റ് എ മാൻ വാസ് ട്രൈങ് ടു കം ഔട്ട് ഓഫ് ദ വെൽ. ഹി ഫൗണ്ട് അദ്ദേഹം കണ്ടു, ഫൈൻഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ഫൈൻഡ് എന്നാൽ കാണുക, ഫൗണ്ട് കണ്ടു, ദാറ്റ് അത് കണ്ടു, എന്താണത്, എ മാൻ വാസ് ട്രൈങ് ടു കം ഔട്ട് ഓഫ് ദ വെൽ കിണറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. കം ഔട്ട് എന്നാൽ പുറത്തു വരിക, ട്രൈ എന്നാൽ ശ്രമിക്കുക, വെൽ എന്നാൽ കിണർ. ദ സെയിൻറ്റ് ഇമ്മീഡിയറ്റ്ലി ത്രൂ ഹിസ് ടർബൻ ഇൻ ടു ദ വെൽ. ദ സെയിൻറ്റ് അസിദ്ധൻ, ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്, ത്രൂ എന്നാൽ എറിഞ്ഞു, ഹിസ് ടർബൻ അദ്ദേഹത്തിൻ്റെ തലപ്പാവ് എറിഞ്ഞു, ഇൻ ടു ദ വെൽ കിണറിലേക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധൻ അദ്ദേഹത്തിൻ്റെ തലപ്പാവ് പെട്ടെന്ന് എറിഞ്ഞു. ദ കിങ് കെയിം ഔട്ട് ഓഫ് ദ വെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ടർബൻ. ദ കിങ് രാജാവ് കെയിം ഔട്ട് എന്നാൽ പുറത്തേക്ക് വന്നു, കം ഔട്ട് എന്നാൽ പുറത്തേക്ക് വരിക, കെയിം ഔട്ട് പുറത്തേക്ക് വന്നു,
കെയിം ഔട്ട് ഓഫ് ദ വെൽ, കിണറിൽ നിന്നും പുറത്തേക്ക് വന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ടർബൻ, ആ തലപ്പാവിൻ്റെ സഹായത്തോടു കൂടി രാജാവ് കിണറിൽ നിന്നും പുറത്തേക്ക് വന്നു. ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഓഫ് ദ വെൽ ദ കിങ് വാസ് വെരി ഹാപ്പി. ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഓഫ് ദ വെൽ, കിണറിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ദ കിങ് വാസ് വെരി ഹാപ്പി, രാജാവ് വളരെ നന്നായിട്ട് സന്തുഷ്ടനായി. ഹി താങ്ക്ഡ് ദ സെയിൻറ്റ്. ഹി താങ്ക്ഡ്, രാജാവ് നന്ദി പറഞ്ഞു. ദ സെയിൻറ്റ്, ആ സിദ്ധനോട് രാജാവ് നന്ദി പറഞ്ഞു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ടു ദ സെയിൻറ്റ്. രാജാവ് ഇൻട്രൊഡ്യൂസ് എന്നാൽ പരിചയപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഇൻട്രൊഡ്യൂസ്ഡ് പരിചയപ്പെടുത്തി. ഹിംസെൽഫ് ടു ദ സെയിൻറ്റ്, രാജാവ് സ്വയം ആ സിദ്ധന് രാജാവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആൻഡ് ഇൻവൈറ്റഡ് ഹിം ടു ഹിസ്, സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയും പിന്നെ എന്താണ് ഇൻവൈറ്റഡ്, ആൻഡ് ഇൻവൈറ്റഡ് ക്ഷണിക്കുകയും ചെയ്തു. ഹിം അദ്ദേഹത്തെ, ആ സിദ്ധനെ, ടു ഹിസ് കിങ്ഡം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക്. കിങ്ഡം എന്നാൽ രാജ്യം. രാജാവിൻ്റെ രാജ്യത്തിലേക്ക് രാജാവ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. ഗ്രാജ്വലി ടൈം പാസ്ഡ് ബൈ. ഗ്രാജ്വലി എന്ന മെല്ലെ മെല്ലെ എന്നുള്ള അർത്ഥമാണ്. ക്രമേണ, ഇതൊക്കെയാണ് അർത്ഥം. ടൈം പാസ്ഡ് ബൈ, കാലങ്ങൾ കഴിഞ്ഞുപോയി. വൺ ഡേ ദ സെയിൻറ്റ് വാസ് പാസിംഗ് ബൈ ദ പാലസ് ഓഫ് ദ കിങ്. വൺ ഡേ ഒരു ദിവസം, ദ സെയിൻറ്റ് ആ സിദ്ധൻ, സെയിൻറ്റ് വാസ് പാസിംഗ് ബൈ ദ പാലസ് ഓഫ് ദ കിങ്, ആ രാജാവിൻ്റെ പാലസ് എന്നാൽ കൊട്ടാരം, രാജാവിൻ്റെ കൊട്ടാരത്തിന് അടുത്തുകൂടെ ഒരു ദിവസം ആ സിദ്ധൻ കടന്നു പോകുകയായിരുന്നു. ദ കിങ് സോ ദ സെയിൻറ്റ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഹിം. ദ കിങ് രാജാവ് കണ്ടു. ദ സെയിൻറ്റ് രാജാവ് ആ സിദ്ധനെ കണ്ടു. ആൻഡ് റെക്കഗ്നൈസ് എന്നാൽ തിരിച്ചറിയുക. ഒരു വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയുന്നതിന് റെക്കഗ്നൈസ് എന്നാണ് പറയുക. രാജാവ് സിദ്ധനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. റെക്കഗ്നൈസ്ഡ് തിരിച്ചറിഞ്ഞു. ഹിം അദ്ദേഹത്തെ, ആ സിദ്ധനെ. ഹി ഇമ്മീഡിയറ്റ്ലി റാൻ ടു ദ സെയിൻറ്റ് ആൻഡ് ബ്രോട്ട് ഹിം ടു ദ പാലസ്. രാജാവ് ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്, റാൻ ഓടി, ടു ദ സെയിൻറ്റ് ആ സിദ്ധൻ്റെ അടുത്തേക്ക് ഓടി, ആൻഡ് ബ്രോട്ട് കൊണ്ടുവന്നു, ഹിം അദ്ദേഹത്തെ രാജാവ് പെട്ടെന്ന് ഓടിപ്പോയിട്ട് കൊണ്ടുവന്നു. ടു ദ പാലസ് കൊട്ടാരത്തിലേക്ക്. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. ബ്രിങ് എന്നതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ബ്രോട്ട് കൊണ്ടുവന്നു. ഹിം അദ്ദേഹത്തെ, ടു ദ പാലസ് കൊട്ടാരത്തിലേക്ക്. ദ ക്വീൻ ഡിഡിൻറ്റ് ലൈക്ക് ദ കിങ് ഗിവിങ് സോ മച്ച് റെസ്പെക്ട് ടു എ സെയിൻറ്റ്. ദ ക്വീൻ രാജ്ഞി. ദ ക്വീൻ ഡിഡിൻറ്റ് ലൈക്ക് രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദ കിങ് ഗിവിങ് സോ മച്ച് റെസ്പെക്ട് ടു എ സെയിൻറ്റ് ഒരു സിദ്ധന് രാജാവ് നന്നായിട്ട് ബഹുമാനം നൽകുന്നത്, റെസ്പെക്റ്റ് എന്നാൽ ബഹുമാനം നൽകുന്നത് രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗിവിങ് എന്നാൽ നൽകുന്നത്, സോ മച്ച് എന്നാൽ ഒരുപാട്. Therefore she went away from there. Therefore ആയതിനാൽ, she went away അവൾ അവിടെ നിന്നും രാജ്ഞി പോയി. ഫ്രം there എന്നാൽ അവിടെ നിന്നും രാജ്ഞി പോയി, അവൾക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ. The prince also came there, but the king paid no heed to him. The prince also came there. രാജകുമാരനും അവിടേക്ക് വന്നു. പ്രിൻസ് എന്നാൽ രാജകുമാരൻ, ഓൾസോ എന്നാൽ പ്രിൻസ് ഓൾസോ രാജകുമാരനും came there അവിടേക്ക് വന്നു. But the king paid no heed to him. പക്ഷേ the king രാജാവ് paid no heed to him. പേ ഹീഡ് എന്നാൽ അർത്ഥം ശ്രദ്ധിക്കുക, ഗൗനിക്കുക, കണക്കിലെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് രാജകുമാരൻ അവിടേക്ക് വന്നു, പക്ഷേ രാജകുമാരനെയും ഗൗനിച്ചില്ല, അവനെ ശ്രദ്ധിച്ചില്ല എന്ന് അർത്ഥം. ഹെൻസ് ഹി ഓൾസോ വെൻ്റ് അവേ. ഹെൻസ് എന്നാൽ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ്. രാജാവ് അവനെ ഗൗനിക്കാത്തതിനാൽ ഹി ഓൾസോ അവനും രാജകുമാരനും വെൻ്റ് അവേ അവിടെ നിന്നും ദൂരേക്ക് പോയി.
ബോത്ത് ദ ക്വീൻ ആൻഡ് ദ പ്രിൻസ് വേർ വെരി ആംഗ്രി വിത്ത് ദ കിങ്. ബോത്ത് എന്നാൽ രണ്ടു പേരും എന്നുള്ള അർത്ഥമാണ്. ക്വീൻ ആൻഡ് ദ പ്രിൻസ്, രാജ്ഞിയും രാജകുമാരനും, വേർ വെരി ആംഗ്രി വളരെ നന്നായിട്ട് ദേഷ്യത്തിലായി, വിത്ത് ദ കിങ് രാജാവുമായിട്ട് അവർ രണ്ടുപേരും, രാജ്ഞിയും രാജകുമാരനും ദേഷ്യത്തിലായി. ഫോർ ഹിസ് എസ്ട്രേഞ്ച്ഡ് ബിഹേവിയർ ടുവാർഡ്സ് ദം. എന്തിനാണ് അവർ രണ്ടുപേരും ദേഷ്യത്തിലായത്? ഫോർ ഹിസ് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ എസ്ട്രേഞ്ച്ഡ് ബിഹേവിയർ. എസ്ട്രേഞ്ച്ഡ് എന്നാൽ എന്താണ് അർത്ഥം? വേർപ്പെടുത്തുന്ന, അകൽച്ച വരുത്തുന്ന, സ്നേഹമില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ അകറ്റുന്ന. രാജാവിൻ്റെ ആ സ്നേഹമില്ലാത്ത ആ ബിഹേവിയർ എന്നാൽ പെരുമാറ്റം. ആ പെരുമാറ്റം ടുവേർഡ്സ് ദം അവരോടുള്ള, ഈ രാജ്ഞിയോടും രാജകുമാരനോടുമുള്ള രാജാവിൻ്റെ സ്നേഹമില്ലാത്ത ആ പെരുമാറ്റം, അത് കാരണമാണ് അവർക്ക് രണ്ടുപേർക്കും രാജാവിനോട് ദേഷ്യമായത്. സം മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ ഹൈ ഒഫീഷ്യൽസ് ഓൾസോ കെയിം ദർ. സം മിനിസ്റ്റേഴ്സ് കുറച്ച് മന്ത്രിമാർ, ആൻഡ് അതർ ഹൈ ഒഫീഷ്യൽസ് മറ്റുള്ള, അതർ എന്നാൽ മറ്റുള്ള, ഹൈ ഒഫീഷ്യൽസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും, ഓൾസോ എന്നാൽ ഉദ്യോഗസ്ഥന്മാരും എന്നുള്ള അർത്ഥം. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും, കെയിം ദർ വന്നു, ദർ അവിടേക്ക് വന്നു. ബട്ട് ദ കിങ് ഡിഡിൻറ്റ് പേ ഹീഡ് ടു ദം. ബട്ട് പക്ഷേ, ദ കിങ് രാജാവ്, ഡിഡിൻറ്റ് പേ രാജാവ് ഗൗനിച്ചില്ല, ടു ദം അവരെ, ആ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും രാജാവ് ഗൗനിച്ചില്ല. ഹെൻസ് ദേ ഓൾസോ ഗോട്ട് ആംഗ്രി വിത്ത് ദ കിങ് ബിക്കോസ് ഓഫ് ഹിസ് ബിഹേവിയർ. ഹെൻസ് ആയതുകൊണ്ട്, എന്തായതുകൊണ്ട്, ദേ ഓൾസോ ഗോട്ട് ആംഗ്രി അവരും ദേഷ്യത്തിലായി, വിത്ത് ദ കിങ് അവരും രാജാവിനോട് ദേഷ്യത്തിലായി, ബിക്കോസ് കാരണം, ഓഫ് ഹിസ് ബിഹേവിയർ എന്നാൽ പെരുമാറ്റം, രാജാവിൻ്റെ പെരുമാറ്റം കൊണ്ട് അവരും രാജാവിനോട് ദേഷ്യത്തിലായി. ദേ ഓൾ വേർ പ്ലാനിങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ സെയിൻറ്റ്. ദേ ഓൾ അവർ എല്ലാവരും, വേർ പ്ലാനിങ് അവർ എല്ലാവരും പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടു ഗെറ്റ് റിഡ് ഓഫ് എന്നാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. ദ സെയിൻറ്റ് സിദ്ധനെ, ആ സിദ്ധനെ അവിടെ നിന്നും ഒഴിവാക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ എല്ലാവരും. They thought that the saint had cast a magic spell on the king. They thought അവർ കരുതി, that എന്താണ് അവർ കരുതിയത്? The saint had cast a magic spell on the king. ഒരു ജാലവിദ്യ കൊണ്ട്, മന്ത്രശക്തി കൊണ്ട് രാജാവിനെ സിദ്ധൻ വശീകരിച്ചിട്ടുണ്ട് എന്നാണ് അവർ കരുതിയത്. കാസ്റ്റ് സ്പെൽ ഓൺ എന്നാൽ മന്ത്രശക്തി കൊണ്ട് വശീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. കാസ്റ്റ് സ്പെൽ ഓൺ. മാജിക് എന്നാൽ മന്ത്രവാദം, ജാലവിദ്യ, ഇതൊക്കെയാണ് അർത്ഥം. വിച്ച് വാസ് വർക്കിംഗ് അഗെയിൻസ്റ്റ് ദം. വിച്ച് അത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ആ ജാലവിദ്യ വാസ് വർക്കിംഗ് അത് പ്രവർത്തിക്കുകയായിരുന്നു, അഗെയിൻസ്റ്റ് ദം അവർക്കെതിരായിട്ട് ആ ജാലവിദ്യ പ്രവർത്തിക്കുകയാണ് എന്ന് അവർ മനസ്സിൽ വിചാരിച്ചു. വെൻ ദ കിങ് കെയിം ടു നോ. വെൻ അപ്പോൾ, ദ കിങ് കെയിം ടു നോ രാജാവ് അത് അറിയാനിടയായപ്പോൾ. ഇത് രാജാവ് അറിയാൻ ഇടയായപ്പോൾ എന്താണത്? ദാറ്റ് എവരി വൺ വാണ്ടഡ് ദ സെയിന്റ് ടു ഗോ അവേ ഫ്രം ദ പാലസ്. എവരി വൺ വാണ്ടഡ് എല്ലാവർക്കും വേണം, എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. ദ സെയിന്റ് ടു ഗോ അവേ ഫ്രം ദ പാലസ് ആ കൊട്ടാരത്തിൽ നിന്നും ആ സിദ്ധൻ പോകാനായിട്ട് എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. ഇത് രാജാവ് അറിയാൻ ഇടയായപ്പോൾ ഹി ഫെൽറ്റ് വെരി ഗ്ലൂമി. ഗ്ലൂമി എന്നാൽ വിഷണ്ണനായ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഹി ഫെൽറ്റ് വെരി ഗ്ലൂമി അതായത് രാജാവ് നന്നായിട്ട് വിഷണ്ണനായി. ഹി കോൾഡ് ഓൾ ഹിസ് മിനിസ്റ്റേഴ്സ്, ഒഫീഷ്യൽസ്, ദ ക്വീൻ, ദ പ്രിൻസ് ആൻഡ് ഓൾ ഹിസ് അറ്റൻഡൻസ്. ഹി കോൾഡ് അദ്ദേഹം, രാജാവ്, കോൾഡ് വിളിച്ചു, ഓൾ ഹിസ് മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ എല്ലാ മന്ത്രിമാരെയും, ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥന്മാരെയും,
ദ ക്വീൻ രാജ്ഞിയെ, ദ പ്രിൻസ് എന്നാണ് രാജകുമാരനെയും, ഓൾ ഹിസ് അറ്റൻഡൻസ്, അറ്റൻഡൻസ് എന്നാൽ പരിചാരകർ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിചാരകരെയും, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും, രാജ്ഞിയെയും, അതുപോലെ രാജകുമാരനെയും, എല്ലാ മന്ത്രിമാരെയും, ഇവരെ എല്ലാവരെയും രാജാവ് വിളിച്ചു. ഹി സെഡ് ടു ദം, ടെൽ മീ ഇഫ് സംവൺ ഡസ് ഗുഡ് ടു യു. ഹി സെഡ് ടു ദം, ഹി സെഡ് അദ്ദേഹം, രാജാവ്, സെഡ് പറഞ്ഞു, ടു ദം അവരോട്, രാജാവ് വിളിച്ച് കൂട്ടിയിട്ടുള്ള ആളുകളോട് രാജാവ് പറഞ്ഞു. ടെൽ മീ എന്നോട് പറയുക, ഇഫ് സംവൺ ഡസ് ഗുഡ് ടു യു ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നന്മ ചെയ്താൽ, ഇഫ് സംവൺ ഡസ് ആരെങ്കിലും ചെയ്താൽ എന്നുള്ള അർത്ഥമാണ്. ഗുഡ് നന്മ, ടു യു നിങ്ങൾക്ക്. വാട്ട് ഷുഡ് വി ഡു ടു ദാറ്റ് പേഴ്സൺ, വാട്ട് ഷുഡ് വി ഡു നമ്മൾ എന്ത് ചെയ്യണം, ടു ദാറ്റ് പേഴ്സൺ ആ വ്യക്തിയോട് നമ്മൾ എന്തു ചെയ്യണം. ഓൾ ഓഫ് ദം സ്പോക്ക് ഇൻ വൺ ടോൺ, വി ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ഹിം. ഓൾ ഓഫ് ദം അവർ എല്ലാവരും, സ്പോക്ക് സംസാരിച്ചു, പറഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ഇൻ വൺ ടോൺ ഒരേ സ്വരത്തിൽ, ഒരേ സ്വരത്തിൽ അവർ എല്ലാവരും പറഞ്ഞു. വി ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ഹിം നമ്മൾ എപ്പോഴും അദ്ദേഹത്തോട് നന്ദി ഉള്ളവനായിരിക്കണം. വി ഷുഡ് ഓൾവേസ് എന്നാൽ നമ്മൾ എപ്പോഴും എന്നുള്ള അർത്ഥമാണ്. ബി ആയിരിക്കുക, നമ്മൾ എപ്പോഴും ആയിരിക്കണം. ഗ്രേറ്റ്ഫുൾ, ഗ്രേറ്റ്ഫുൾ എന്നാൽ നന്ദിയുള്ള എന്നുള്ള അർത്ഥമാണ്. ടു ഹിം അദ്ദേഹത്തോട്, നമ്മൾ എപ്പോഴും അദ്ദേഹത്തോട് നന്ദി ഉള്ളവരായിരിക്കണം. ദ കിങ് അഗെയിൻ ആസ്ക്ഡ് ഇഫ് എനിവൺ സേവ്സ് അവർ ലൈഫ്. ദ കിങ് രാജാവ്, അഗെയിൻ വീണ്ടും, ആസ്ക്ഡ് ചോദിച്ചു, രാജാവ് വീണ്ടും ചോദിച്ചു. ഇഫ് എനിവൺ സേവ്സ് അവർ ലൈഫ് ആരെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിച്ചാൽ. ഇഫ് എനിവൺ എന്നാൽ ആരെങ്കിലും എന്നുള്ള അർത്ഥമാണ്. സേവ്സ് രക്ഷിച്ചാൽ, അവർ ലൈഫ് നമ്മുടെ ജീവൻ, നമ്മുടെ ജീവൻ ആരെങ്കിലും രക്ഷിച്ചാൽ. ദെൻ വാട്ട് ഷുഡ് വി ഡു വിത്ത് ഹിം ആരെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിച്ചാൽ, ദെൻ ശേഷം, വാട്ട് ഷുഡ് വി ഡു വിത്ത് ഹിം നമ്മൾ അദ്ദേഹത്തോട് എന്ത് ചെയ്യണം. അഗെയിൻ ഓൾ ഓഫ് ദം സ്പോക്ക് ടുഗദർ, ദ പ്രൈസ് ഓഫ് സേവിങ് വൺസ് ലൈഫ് കനോട്ട് ബി റിപ്പേയ്ഡ്. അഗെയിൻ വീണ്ടും, ഓൾ ഓഫ് ദം അവർ എല്ലാവരും, സ്പോക്ക് സംസാരിച്ചു, പറഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ടുഗദർ, ടുഗദർ എന്നാൽ ഒരുമിച്ച്, അവർ എല്ലാവരും ഒരുമിച്ച് വീണ്ടും പറഞ്ഞു. ദ പ്രൈസ് ഓഫ് സേവിങ്, ദ പ്രൈസ് വില, ദ പ്രൈസ് ഓഫ് സേവിങ് രക്ഷിച്ചതിൻ്റെ വില, വൺസ് ലൈഫ് ഒരുത്തൻ്റെ, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ വില, കനോട്ട് ബി റീപേയ്ഡ്. റീപേ എന്നാൽ പകരം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. മടക്കി കൊടുക്കുക, പ്രതിഫലം കൊടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ വില അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഈവൻ ഇഫ് വി ഗിവ് ഓൾ വാട്ട് എവർ വി ഹാവ് വിത്ത് അസ്. ഈവൻ ഇഫ് വി ഗിവ് നമ്മൾ നൽകിയാൽ പോലും, ഈവൻ ഇഫ് വി ഗിവ് എന്നാൽ നമ്മൾ നൽകിയാൽ പോലും, ഓൾ എല്ലാം, എല്ലാം നമ്മൾ നൽകിയാൽ പോലും, വാട്ട് എവർ വി ഹാവ് വിത്ത് അസ് നമ്മുടെ അടുത്ത് നമുക്ക് എന്താണോ ഉള്ളത്, നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത്, അതൊക്കെ നമ്മൾ നൽകിയാൽ പോലും ഒരുത്തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലം അത് തിരിച്ചു നൽകാൻ സാധിക്കുകയില്ല. നമ്മുടെ അടുത്തുള്ളത് എന്താണോ അതൊക്കെ നൽകിയാൽ പോലും അതിന് ഉള്ള പ്രതിഫലം അത് തുല്യമാകുകയില്ല. ഹിയറിംഗ് ഇറ്റ് ദ കിങ് സെഡ്, ഓൾ റൈറ്റ്, ദിസ് സെയിൻ സേവ്ഡ് മൈ ലൈഫ് ഇൻ ദ ഫോറസ്റ്റ്. ഹിയറിംഗ് ഇറ്റ് ഇത് കേട്ട്, ദ കിങ് സെഡ് രാജാവ് പറഞ്ഞു, ഓൾ റൈറ്റ് ശരി, ദിസ് സെയിൻറ്റ് ഈ സിദ്ധൻ, സേവ്ഡ് രക്ഷിച്ചു, മൈ ലൈഫ് ഈ സിദ്ധൻ എൻ്റെ ജീവൻ രക്ഷിച്ചു, ഇൻ ദ ഫോറസ്റ്റ് വനത്തിൽ വച്ച് ഈ സിദ്ധൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. നൗ ഐ വാണ്ട് ടു റീപേ ഹിം
നൗ ഇപ്പോൾ ഐ വാണ്ട് ടു റീപേ ഹിം എനിക്ക് അദ്ദേഹത്തിന് തിരിച്ച് നൽകണം. ബട്ട് ഐ നോ ഈവൻ ഇഫ് ഐ ഗിവ് ദ ഹോൾ കിങ്ഡം ടു ദിസ് സെയിൻറ്റ്. ബട്ട് പക്ഷേ ഐ നോ എനിക്കറിയാം, ഈവൻ ഇഫ് ഐ ഗിവ് ഞാൻ നൽകിയാൽ പോലും, ദ ഹോൾ കിങ്ഡം രാജ്യം മുഴുവൻ ഞാൻ നൽകിയാൽ പോലും, ടു ദിസ് സെയിൻറ്റ് ഈ സിദ്ധന് ഞാൻ ഈ രാജ്യം മുഴുവൻ നൽകിയാൽ പോലും, ഐ വുഡൻറ്റ് ബി ഏബിൾ ടു റീപേ ഹിം. ഐ വുഡൻറ്റ് ബി ഏബിൾ എനിക്ക് സാധിക്കുകയില്ല, ടു റീപേ പ്രതിഫലം നൽകാൻ, ഹിം അദ്ദേഹത്തിന്. ഞാൻ ഈ രാജ്യം മുഴുവൻ നൽകിയാൽ പോലും എനിക്ക് അദ്ദേഹത്തിന് പ്രതിഫലം നൽകാൻ സാധിക്കുകയില്ല. ഓൾ കെപ്റ്റ് സൈലൻറ്റ്. ദേ ബെഗ്ഡ് പാർഡൺ ഫ്രം ദ കിങ്. ഓൾ എല്ലാവരും, കെപ്റ്റ് സൈലൻറ്റ് മൗനം പാലിച്ചു. കെപ്റ്റ് സൈലൻറ്റ് എന്നാൽ മൗനം പാലിച്ചു. ഓൾ കെപ്റ്റ് സൈലൻറ്റ് എല്ലാവരും മൗനം പാലിച്ചു. ദേ ബെഗ് പാർഡൺ അവർ എല്ലാവരും ക്ഷമ ചോദിച്ചു. ഫ്രം ദ കിങ് രാജാവിനോട് അവർ എല്ലാവരും ക്ഷമ ചോദിച്ചു. ദ കിങ് സെഡ് ടു ദ സെയിൻറ്റ്. ദ കിങ് രാജാവ് സെഡ് പറഞ്ഞു, ടു ദ സെയിൻറ്റ് സിദ്ധനോട് രാജാവ് പറഞ്ഞു, മൈ ലോർഡ് ഫ്രം ടുഡേ ദ ത്രോൺ ആൻഡ് ദ കിങ്ഡം ബിലോങ് ടു യു. മൈ ലോർഡ് ഇത് രാജാവ് ആ സിദ്ധനെ ബഹുമാനിച്ച് വിളിക്കുകയാണ്. ഫ്രം ടുഡേ ഇന്നു മുതൽ, ദ ത്രോൺ ആൻഡ് ദ കിങ്ഡം ത്രോൺ എന്നാൽ സിംഹാസനം, ആൻഡ് ദ കിങ്ഡം രാജ്യം സിംഹാസനവും രാജ്യവും ഇന്നു മുതൽ, ബിലോങ് എന്നാൽ സ്വന്തമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്, ടു യു നിങ്ങളുടേത്. ഇന്നു മുതൽ സിംഹാസനവും രാജ്യവും നിങ്ങളുടേതാണ്. രാജാവ് സിദ്ധനോട് പറഞ്ഞു, യു ആർ ദ കിങ് നൗ നിങ്ങളാകുന്നു ഇപ്പോൾ രാജാവ്. ദ സെയിൻ സ്മൈൽഡ് ആൻഡ് സെഡ്, ഓ കിങ് യു ആർ വെരി ഇമോഷണൽ ആൻഡ് ഗ്രേറ്റ്ഫുൾ. ദ സെയിൻറ്റ് സിദ്ധൻ, സ്മൈൽഡ് പുഞ്ചിരിച്ചു, ആൻഡ് സെഡ് പുഞ്ചിരിച്ച് പറഞ്ഞു, ഓ കിങ് രാജാവേ, യു ആർ വെരി ഇമോഷണൽ. ഇമോഷണൽ എന്നാൽ വികാരാധീനനാകുന്ന, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങൾ വളരെ വികാരാധീനനാണ്. ആൻഡ് ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ളവനുമാണ്. യു ഹാവ് ഓൾറെഡി ഗിവൺ മീ ഓൾ ദ റെസ്പെക്റ്റ്. യു ഹാവ് ഓൾറെഡി ഗിവൺ നിങ്ങൾ നിലവിൽ തന്നെ നൽകിയിട്ടുണ്ട്. മീ എനിക്ക്, യു ഹാവ് ഓൾറെഡി ഗിവൺ മീ നിങ്ങൾ എനിക്ക് നിലവിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓൾ ദ റെസ്പെക്റ്റ് എന്നതിന് ഇവിടെ ആദരവ്, ബഹുമതി, പരിഗണന, ബഹുമാനം ഇതൊക്കെയാണ് അർത്ഥം. അത് നിങ്ങൾ നിലവിൽ തന്നെ എനിക്ക് നൽകിയിട്ടുണ്ട്. സേയിങ് ദിസ് ദ സെയിൻ വെൻ്റ് അവേ. സേയിങ് ദിസ് ഇത് പറഞ്ഞുകൊണ്ട്, ദ സെയിൻറ്റ് ആ സിദ്ധൻ, വെൻ്റ് അവേ അവിടെ നിന്നും പോയി. മോറൽ ഗുണപാഠം ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള കാര്യം, വി ഷുഡ് നോട്ട് ബി അൺഗ്രേറ്റ്ഫുൾ. വി ഷുഡ് നോട്ട് ബി നമ്മൾ ആയിരിക്കരുത്. വി ഷുഡ് നോട്ട് ബി എന്നാൽ നമ്മൾ ആയിരിക്കരുത്. അൺഗ്രേറ്റ്ഫുൾ എന്നാൽ നന്ദി കെട്ട എന്നുള്ള അർത്ഥമാണ്. നമ്മൾ നന്ദി കെട്ടവരായിരിക്കരുത്. ഇതാണ് ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം.